തമിഴകത്തിന്റെ ദളപതി ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സുൽത്താൻ വിജയുടെ കരിയറിലെ അവസാന ചിത്രം. അതെ, രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് തിയേറ്ററുകളെ ഇളക്കിമറിക്കാൻ പോകുന്ന എച്ച് വിനോദ് വിജയ് ചിത്രം ജനനായകൻ ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഈ വർഷം പൊങ്കൽ റിലീസായി പ്രേക്ഷകർ കാത്തിരുന്ന സിനിമ പല കാരണങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ നീണ്ട കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ഈ വരുന്ന ജൂലൈ അവസാനത്തോടെ ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുമെന്ന ആവേശകരമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ റിലീസിന് തൊട്ടു മുൻപ് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ വാർത്തയാണ് സെൻസർ ബോർഡിൽ നിന്നും പുറത്തു വരുന്നത്. ചിത്രത്തിന് സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് എ സർട്ടിഫിക്കറ്റ് ആണ്. വിജയ് ചിത്രങ്ങൾക്ക് സാധാരണയായി ലഭിക്കാറുള്ളത് ക്ലീൻ യു അല്ലെങ്കിൽ UA സർട്ടിഫിക്കറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിന് മുതിർന്നവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന എ സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്ന് ചർച്ചകളിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. വെറും ഒരു മാസ് പടം എന്നതിലുപരി സിനിമ പറയുന്ന രാഷ്ട്രീയവും തീവ്രതയുമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചനകൾ. ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട സെൻസർ സർട്ടിഫിക്കേഷൻ വിവരങ്ങൾ പ്രകാരം ജൂലൈ 9-നാണ് ജനനായകൻ സിനിമയുടെ സെൻസറിംഗ് നടപടികൾ പൂർത്തിയായത്. ആരാധകർക്ക് ആഘോഷിക്കാൻ കെൽപ്പുള്ള വലിയൊരു ദൃശ്യവിരുന്ന് തന്നെയാണ് എച്ച് വിനോദ് ഒരുക്കിയിരിക്കുന്നതെന്ന് സിനിമയുടെ റൺ ടൈം സൂചിപ്പിക്കുന്നു. 3 മണിക്കൂറും 3 മിനിറ്റും, അതായത് 183 മിനിറ്റാണ് സിനിമയുടെ ആകെ ദൈർഘ്യം. എന്നാൽ തിയേറ്ററുകളിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കണമെങ്കിൽ 1 അല്ല 2 അല്ല കൃത്യം 12 മാറ്റങ്ങൾ വരുത്തണമെന്നാണ് സെൻസർ ബോർഡ് അണിയറ പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിനിമയിലെ ഏറ്റവും നിർണായകമായ പല ഡയലോഗുകൾക്കും ദൃശ്യങ്ങൾക്കുമാണ് സെൻസർ ബോർഡ് കത്രിക വച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 20 സെക്കൻഡ് ദൈർഘ്യമുള്ള രംഗങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാനും 10 സെക്കൻഡ് വരുന്ന ദൃശ്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തണം എന്നുമാണ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം അഥവാ TVKയെ അനുസ്മരിപ്പിക്കുന്ന പരാമർശങ്ങൾ സിനിമയിലുണ്ടെന്നത് സെൻസറിംഗ് ഘട്ടത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച 12 മാറ്റങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായത് ചിത്രത്തിലെ രാഷ്ട്രീയപരമായ ഡയലോഗുകളും ദൃശ്യങ്ങളുമാണ്. ഒരു രംഗത്തിൽ പുസ്തകത്തിന്റെ കവറിൽ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ പ്രത്യക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ മാറ്റം വരുത്താൻ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലും വലിയ മാറ്റം വന്നിരിക്കുന്നത് സിനിമയിലെ ഒരു ഡയലോഗിനാണ്. അംബേദ്കർ ടു TVK ചട്ടം എന്ന് പരാമർശിക്കുന്ന ഭാഗം മാറ്റണമെന്നാണ് നിർദ്ദേശം. സിനിമയിലെ ഓഡിയോയിലും വീഡിയോയിലുമുള്ള TVK എന്ന വാക്ക് ഒന്നുകിൽ പൂർണ്ണമായി മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ മറ്റൊരു വാക്ക് ഉപയോഗിക്കണം. വിജയുടെ യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയുടെ പേരുമായി ഇത് ഒത്തുപോകുന്നതിനാലാകാം ഈ നടപടി. ഇതുകൂടാതെ രാജ്യത്തിന്റെ പ്രതീകങ്ങളെ ബാധിക്കുന്ന ദൃശ്യങ്ങളിലും സെൻസർ ബോർഡ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. സിനിമയിലെ ഒരു പ്രധാന സീക്വൻസിൽ ഇന്ത്യൻ ദേശീയ പതാക ഉൾപ്പെടുന്ന ദൃശ്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാനാണ് നിർദ്ദേശം. അതുപോലെ തന്നെ ഒരു ജില്ലാ കളക്ടറുടെ ഓഫീസ് ബാഡ്ജ് അപകീർത്തികരമായ രീതിയിൽ നിലത്തേക്ക് ഉരുട്ടിവിടുന്ന ദൃശ്യവും സിനിമയിൽ നിന്ന് നീക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണകൂടത്തെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള മാസ് രംഗങ്ങൾക്ക് ചിത്രത്തിൽ കത്രിക വീണു എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. രാഷ്ട്രീയത്തിനു പുറമെ മതപരവും ചരിത്രപരവുമായ ചില പരാമർശങ്ങൾക്കും സെൻസർ ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയുടെ കഥാഗതിയിൽ ഏറെ പ്രാധാന്യമുള്ള ഓപ്പറേഷൻ മേലൂഹ് എന്ന പ്രോജക്റ്റിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വലിയ ഡയലോഗുണ്ട്. ഈ സീക്വൻസിൽ എവിടെയൊക്കെ ഓം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം നീക്കം ചെയ്യണമെന്നാണ് സെൻസർ ബോർഡിന്റെ മറ്റൊരു പ്രധാന നിർദ്ദേശം. ഇതേ സീക്വൻസിൽ തന്നെ ഇറാഖ് മുൻ ഭരണാധികാരി സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയതിനെ പരാമർശിക്കുന്ന ഡയലോഗുകളും മ്യൂട്ട് ചെയ്യുകയോ മാറ്റുകയോ ചെയ്യണം. ഇവയ്ക്ക് പുറമെ ഭാഗവതൻ, രംഗനാഥർ എന്നീ വാക്കുകൾക്കൊപ്പം മറ്റ് 2 അസഭ്യ വാക്കുകളും ഓഡിയോയിൽ നിന്ന് മ്യൂട്ട് ചെയ്യാൻ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് സിനിമയിലെ ക്രൂരമായ ഒരു ആക്രമ ദൃശ്യമാണ്. ഒരു കുട്ടിയെ ജീവനോടെ കത്തിക്കുന്ന ഭീകരമായ രംഗം സിനിമയിൽ ഉണ്ടായിരുന്നു. തിയേറ്ററുകളിലിരിക്കുന്ന പ്രേക്ഷകരെ അസ്വസ്ഥരാക്കുന്ന ഈ ദൃശ്യം പൂർണ്ണമായി ഒഴിവാക്കണമെന്നും അതിനു പകരം അനുയോജ്യമായ മറ്റ് ദൃശ്യങ്ങൾ ചേർക്കണമെന്നും ബോർഡ് കർശനമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ സിനിമയിലുടനീളം ഷീല റാണി എന്ന പേര് വരുന്നിടത്തെല്ലാം അത് മാറ്റി മറ്റൊരു പേര് നൽകാനും നിർദ്ദേശമുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് ജൂലൈ അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് കൊടുങ്കാറ്റായി മാറാനൊരുങ്ങുകയാണ് ജനനായകൻ. തമിഴ് സിനിമയിലെ പ്രമുഖ ബാനറായ KVN പ്രൊഡക്ഷൻസ് ഏകദേശം 400 കോടി രൂപയുടെ ഭീമൻ ബജറ്റിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. തമിഴകത്തെ പ്രമുഖ സംവിധായകൻ എച്ച് വിനോദിന്റെ ശക്തമായ തിരക്കഥയും വിജയുടെ സ്ക്രീൻ പ്രസൻസും ഒന്നിക്കുമ്പോൾ തിയേറ്ററുകളിൽ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരന്നിരിക്കുന്നത്. പൂജ ഹെഗ്ഡെ നായികയായി എത്തുമ്പോൾ ബോളിവുഡ് താരം ബോബി ഡിയോൺ ആണ് വില്ലൻ വേഷത്തിലെത്തുന്നത്. മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരി മമിത ബൈജുവും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അനിരുദ്ധ് രവിചന്ദ്രന്റെ മാസ് പശ്ചാത്തല സംഗീതവും പാട്ടുകളും കൂടിയാകുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമെന്നതിൽ സംശയമില്ല.
പ്രതീക്ഷിക്കുന്നില്ല. മാറ്റങ്ങളോടെയാണെങ്കിലും ജനനായകൻ ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സിനിമാ ലോകത്തെ പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.